നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 306 306. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 306. തൃതീയ സ്കന്ധത്തിൽ 29-ാമത്തെ അധ്യായം. 29-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം. യോമാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാൽ ഭസ്മന്യേവ ജുഹോദിസാ. ചെറിയൊരു കളിയാക്കലാണതിൽ. എന്താ, നിങ്ങൾ ഈ ചാരത്തിൽ നെയ്യൊഴിച്ചാൽ ഹോമം ശരിയാവുമോ? അതേപോലെയുള്ള പൂജ ചെയ്യരുതെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിച്ചോളൂ. സർവഭൂതങ്ങളിലും ആത്മാവായിട്ടും പ്രേരകനായിട്ടും, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രേരകൻ എന്നൊരർത്ഥമുണ്ട്. അതാണ് ശരി. പ്രേരണ എവിടെ നിന്നാണ് കിട്ടുന്നത്? ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന്. ബാലാഗ്രഹ ശതഭാഗസ്യ വിസ്തരസ്യ യോഗോ ജീവ. അപ്പോൾ പ്രേരകനായിട്ടും വസിക്കുന്ന എന്നെ ഉപേക്ഷിച്ചിട്ട് പ്രതിമയെ യാതൊരുവൻ ഭജിക്കുന്നുവോ അവൻ മൂഢത നിമിത്തം ഭസ്മത്തിൽ തന്നെ ഹോമിക്കുന്നു. ഇതിനേക്കാൾ മീതെ ഇനി എന്താ പരിഹാസം വേണ്ടത്? ഇനി അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. സകല ഭൂതങ്ങളിലും പ്രത്യേകാത്മാവായിട്ടും അന്തര്യാമിയായിട്ടും വസിക്കുന്ന എന്നെ ആ വിധം അറിയാതെ പ്രതിമയെ ഭജിക്കുന്നവൻ ഭസ്മത്തിൽ ഹോമിക്കുന്നവനോട് തുല്യനാകുന്നു. ഹോമദ്രവ്യത്തെ അതാത് ദേവന്മാർക്ക് നൽകുന്ന അഗ്നിയെ ഉപേക്ഷിച്ചിട്ട് ഭസ്മത്തിൽ ഹോമിക്കുന്നവന് ദേവപ്രസാദം സിദ്ധിക്കാത്തതിനാൽ അവൻ്റെ ആ പ്രവൃത്തി വ്യർത്ഥമായി ഭവിക്കുന്നത് പോലെ എൻ്റെ സർവാത്മഭാവത്തെ അറിയാതെ പ്രതിമയെ ഭജിക്കുന്നതും വ്യർത്ഥമാകുന്നു എന്ന് സാരം. ഭാഗവതം അറിയുന്ന ആൾക്കാരെ ഉപേക്ഷിച്ച് അങ്ങനെ ഉണ്ടല്ലോ, ഭാഗവതം അറിയുന്ന ആൾക്കാരുണ്ട്. അവരെ ഉപേക്ഷിച്ച് സപ്താഹം നടത്തുക. ഈ സപ്താഹം നടത്തുന്നവർ എത്ര ആൾക്കാർ ഭാഗവതം വായിച്ചിട്ടുള്ളവരാ? അവിടെയാണ് തെറ്റുപറ്റുന്നത്. അതാണ് വ്യർത്ഥമാവണമെന്നാണ് പറഞ്ഞത്. 6-7 ലക്ഷം രൂപ പിരിച്ചിട്ട് അത് വ്യർത്ഥമാവണം. മനസ്സിലായില്ലേ? ഇനി 23-ാമത്തെ ശ്ലോകം. ദ്യുഷത പരകായേ മാം മാനിനോ ഭിന്നദർശിന ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തിം ഋച്ഛതി. മനഃശാന്തിം ഋച്ഛതി. ഋച്ഛതി എന്നാണ്. മനഃശാന്തി മൃച്ഛതി, പ്രാപിക്കുന്നില്ല എന്നെ അർത്ഥം പറഞ്ഞതേ. ഭേദദൃഷ്ടിയുള്ളവനും ദേഹത്തിൽ അഭിമാനത്തോടു കൂടിയവനും അന്യശരീരത്തിൽ എന്നെ ദേഷിക്കുന്നവനുമായ ശത്രു മിത്ര ദോഷം. അങ്ങനെയുള്ളവൻ ബിംബാരാധന ചെയ്തിട്ട് കാര്യമില്ലാതാണ്. അവൻ്റെ മനസ്സ് ശാന്തിയെ പ്രാപിക്കുന്നില്ല എന്നാണ്. വെറും വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് മണി. നിഷ്ഫലമാണെന്ന് പറഞ്ഞതിനെ സാധിക്കുന്നു. ഈശ്വരനായ എന്നെ പൂജിക്കുന്നതിൻ്റെ ഫലം ആനന്ദാനുഭവരൂപമായ നത്തിങ് ലെസ് ദാൻ ദാറ്റ്. ആനന്ദം ആണ്, അല്ലാണ്ട് പണം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ ഉപാസിക്കരുത്. ആനന്ദാനുഭവരൂപമായ സുഖപ്രാപ്തിയാണല്ലോ. അതിന് മനസ്സിൽ ശാന്തി ഭവിക്കണം. സ്വശരീരത്തിൽ ആത്മാഭിമാനമുള്ളവൻ സർവത്ര സമരൂപനായിരിക്കുന്ന എന്നെ അറിയാത്തത് കൊണ്ട് ഭൂതങ്ങളെ എന്നിൽ നിന്നും വേറിട്ട് കാണുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ള തത്വം അറിയണം.
സ്വശരീരത്തെ പോഷിപ്പിക്കുവാൻ പരപ്രാണികളെ ദ്രോഹിക്കുന്നു. അപ്പോൾ ആ ജീവജാലങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തായി? ബ്രഹ്മഹത്യാ പാപമായി. അവരിൽ പ്രയോഗിക്കുന്ന ദ്രോഹം അവരിൽ വസിക്കുന്ന എന്നിൽ പര്യവസാനിക്കുന്നു. അതായത് ഞാൻ ശത്രുവിനെ ഉപേക്ഷിക്കുക. അപ്പം എന്തായി അർത്ഥം? ആ ശത്രുവിൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ ഉപേക്ഷിക്കണമെന്നായി എന്നാണ് അർത്ഥം പറയണത്. അതിനാൽ ദേഹാഭിമാന നിമിത്തം സമഭാവന നശിക്കുന്നു. പരശരീരത്തിലിരിക്കുന്ന എന്നെ ദേഷിക്കുന്നു. പരശരീരം ഇത് വളരെ എന്താണെന്ന് പറയുക, 544 ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനാൽ അവൻ്റെ മനസ്സ് ശാന്തിയെ പ്രാപിക്കുന്നില്ല. അശാന്തസ്യ കുതസുഖം. അശാന്തി ഉള്ളവന് എവിടെയാണ് സുഖം എന്ന്? ശാന്തിയില്ലാത്തവന് സുഖം എങ്ങനെ സിദ്ധിക്കും? അതിനാൽ ആ വിധമായ പ്രതിമാഭാജനം നിഷ്ഫലം എന്ന് സാരം. 24-ാമത്തെ ശ്ലോകം. അഹം ഉച്ചാവചേ ദ്രവ്യേ ക്രിയോത്പന്നയാ അനഘേ നൈവ ദുഷ്യേ അർച്ചിതോ അർച്ചായാം ഭൂതഗ്രാമാവമാനിനാം. ദോഷരഹിതേ അനഘേ, പാപമില്ലാത്തവളെന്ന, ദോഷരഹിതേ നാനാവിധങ്ങളായ ദ്രവ്യങ്ങളാൽ സമ്പാദിക്കപ്പെടുന്ന സാമഗ്രി കൊണ്ട് പ്രതിമയിൽ പൂജിക്കപ്പെടുന്ന ഞാൻ ഭൂതസമുദായത്തെ ദ്രോഹിക്കുന്നവൻ്റെ നേരെ സന്തോഷിക്കുകയില്ല നിശ്ചയം. അതായത് ജീവജാലങ്ങളെ ഉപദ്രവിച്ചവരുടെ പൂജ ഞാൻ സ്വീകരിക്കണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 8,000 10,000 ഒക്കെ സപ്താഹത്തിന് കൊടുക്കണവരെ ഇതിൽ പെട്ടു ഇല്ലെന്ന് അറിയണം. എത്ര ആൾ നൺ വെജിറ്റേറിയൻ ഉണ്ട് അതിൽ? പരദ്രോഹം ചെയ്യാത്തവരെ, പരജീവൻ എടുക്കാത്തവരെത്ര ആൾക്കാരുണ്ട്? ജീവജാലങ്ങളെ കൊന്ന് എൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താം എന്ന് വിചാരിക്കുന്നവരുടെ കാശ് വാങ്ങിയിട്ട് സപ്താഹം ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയാം. ഹേ പരിശുദ്ധേ, പ്രാണികളെ ഉപദ്രവിച്ച് സമ്പാദിക്കുന്ന ബഹുവിധ ദ്രവ്യങ്ങൾ കൊണ്ട് ശേഖരിച്ച പൂജാസാധനങ്ങളാൽ പ്രതിമയിൽ പൂജിക്കപ്പെടുന്ന ഞാൻ ഭൂതസമൂഹത്തെ ദ്രോഹിക്കുന്നവൻ്റെ നേരെ പ്രീതനായി ഭവിക്കുകയില്ല നിശ്ചയം. അപ്പോൾ ഈ സാഖ്യായോഗം എന്നുള്ള അധ്യായം കപില മഹർഷിയുടെ, കപില ഭഗവാന്റെ നേരെ പഠിച്ചാൽ കാര്യം രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? ഇനി 25. അർച്ചതാവർച്ചയേ താവത് ഈശ്വരം മാം സ്വകർമ്മകൃത് യാവന്ന വേദ സ്വഹൃതി സർവഭൂതേഷവസ്ഥിതം. ഏതുകാലം വരെ സകല ഭൂതങ്ങളിൽ വസിക്കുന്ന ഈശ്വരനായ എന്നെ സ്വന്തം ഹൃദയത്തിൽ അറിയുന്നില്ലയോ അതുവരെ സ്വകർമ്മത്തെ അനുഷ്ഠിക്കുന്നവനായിട്ട് പ്രതിമാദിയിൽ പൂജിക്കണം. മനസ്സിലായിട്ടുണ്ടാവില്ല, ഭാവാർത്ഥം പറഞ്ഞാൽ മനസ്സിലാവും. ഭക്തിയോഗത്തിൻ്റെ അംഗമായി പറഞ്ഞിരിക്കുന്ന പ്രതിമാ പൂജയെ നിന്ദിച്ചതായിട്ട് ധരിക്കണ്ട. നിന്ദിക്കണില്ല, മനസ്സിലായില്ലേ? പക്ഷേ അത് മുഴുവൻ ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഭൂതദ്രോഹാദി നിന്ദ്യകർമ്മം ചെയ്യുന്ന ഭേദദാർശികളുടെ പ്രതിമാർച്ചനയെ നിന്ദിച്ചതല്ലാത്ത സ്വവർണാശ്രമാചാരപ്രാപ്തമായി ഇരിക്കുന്ന പൂജയെ നിഷേധിച്ചിട്ടില്ല. ബുദ്ധിമാന്മാർക്ക് പിന്നെ നിരാകാരം മതിയനിയും അതുകൊണ്ട്. എന്നാൽ അതിനും അവധിയെ പറയുന്നു. സർവഭൂതങ്ങളിലും വസിക്കുന്ന സർവേശ്വരനായി ഞാൻ തന്നെയാണ് സ്വഹൃദയത്തിൽ വസിക്കുന്നതെന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നത് വരെ സ്വധർമ്മപ്രാപ്തമായിരിക്കുന്ന പ്രതിമാർച്ചനമയെ നടത്തണം. ജ്ഞാനാനന്തരം കർമ്മത്തെ വിട്ടുകളയണം എന്ന് സാരം. ജ്ഞാനാനന്തരം
ഈ പൂജ വിഗ്രഹത്തിനെ ആരാധിക്കുക എന്നുള്ള കർമ്മം അറിവ് വന്നവന് ചെയ്യണ്ടെന്നാണ്. വർണ്ണാശ്രമാചാര നിഷ്ഠയുടെ ഫലം ചിത്തശുദ്ധിയാകുന്നു. ശുദ്ധമായ ചിത്തത്തിൽ സ്വരൂപജ്ഞാനം പ്രകാശിക്കുന്നു. അതിനുശേഷം കർമ്മകലാപത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് സിദ്ധാന്തം. വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. 26ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ആത്മനശ്ച പരസ്യാപി യകരോത്യന്തരോദരം കരോതി അത്യന്തരോദരം തസ്യ ഭിന്നദൃശോ മൃത്യുർവിധതേ ഭയമുൽബണം. ആത്മാവിനും പരനും മധ്യത്തിൽ ഉദരത്തെ യാതൊരുവൻ ചെയ്യുന്നുവോ ഭേദദർശനത്തോടു കൂടിയ അവന് മൃത്യുരൂപനായ ഞാൻ ദുസ്സഹഭയത്തെ ജനിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഭേദഭാവനയുള്ളവന് ജന്മമരണ രൂപമായിരിക്കുന്ന സംസാരഭയം തീരുന്നതല്ലെന്ന് ഉപദേശിക്കുന്നു. തന്നിൽ വസിക്കുന്ന ജീവന് സർവത്ര വസിക്കുന്ന പരമാത്മാവും ഒന്ന് തന്നെ എന്ന് നിശ്ചയിക്കാതെ സ്വശരീരം വേറെ അന്യശരീരം വേറെ എന്നുള്ള ഭേദഭാവനയോടുകൂടെ ശരീരത്തിൽ ആത്മഭാവനയോട് കൂടിയിരിക്കുന്ന അവന് മൃത്യുസ്വരൂപനെ ഞാൻ അസഹ്യമായിരിക്കുന്ന, അതായത് ദുഃഖത്തെ കൊടുക്കുന്ന ജന്മമരണ രൂപമായ സംസാരക്ലേശത്തെ ജനിപ്പിക്കുന്നു. മൃത്യോസ മൃത്യും ആപ്നോതി യ ഇഹ നാനേവ പശ്യതി. ഏകമായിരിക്കുന്ന പരമതത്വത്തെ അറിയാതെ യാതൊരുവൻ അനേക ഭാവത്തോടു കൂടിയിരിക്കുന്നുവോ അവൻ മരണാനന്തരം ജനനത്തെയും ജനനാനന്തരം മരണത്തെയും പ്രാപിച്ചുകൊണ്ട് സംസാരസാഗരത്തിൽ തന്നെ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നുവെന്നുള്ള ശ്രുതിവാക്യത്തെയും യ ഉദരം അന്തരം കുരുതേ അധ തസ്യ ഭയം ഭവതി. ഭയം ഉണ്ടാവും. ആർക്ക് ഭയം ഉണ്ടാവില്ല? ഹൃദയസ്ഥനായ അന്തസ്ഥനായ ഭഗവാനെ അറിയുന്നവർക്ക് ഭയമില്ല. വിഗ്രഹത്തിൽ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹത്തിലാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നതാണ് അല്പത്തരം. അപ്പോൾ ഭേദദർശനമുള്ളവന് ഭയമുണ്ടെന്നുള്ള ശ്രുതിയെയും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി 27. അധമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യാം മൈത്ര്യാഭിന്നേന ചക്ഷുഷാം. അതുകൊണ്ട് സകല ഭൂതങ്ങളിലും ആത്മാവും അന്തര്യുമായി വസിക്കുന്ന എന്നെ എല്ലാവരിലും ഒരുപോലെ കണ്ടുകൊണ്ട് ദാനം, ബഹുമാനം, മൈത്രി എന്നുള്ള ഭാവങ്ങളാലും കർമ്മങ്ങളാലും പൂജിക്കണം. തന്നിൽ മീതെയുള്ളവരെ മാനിക്കുകയും സമന്മാരിൽ മൈത്രിയെ വഹിക്കുകയും താണവർക്ക് കഴിയുന്ന സഹായം ചെയ്യുകയും ഈ പ്രവൃത്തി അവരിൽ അഭേദമായി വസിക്കുന്ന എന്നെ ആരാധിക്കുന്നതാണെന്നറിയുകയും വേണം. ഡയറക്റ്റായിട്ട് നമ്മൾ ആരാധിച്ചിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, തന്നിൽ മുതിർന്നവരെ ബഹുമാനിക്കുക, തനിക്ക് ഒപ്പമുള്ളവരെ മൈത്രീഭാവത്തിൽ കാണുക, തന്നിൽ നിന്ന് പ്രായം താണവരെ കരുണയോടുകൂടി സേവിക്കുക. ബ്രഹ്മദർശനത്തിന് അല്ലെങ്കിൽ മോക്ഷത്തിന് ഇതിനേക്കാൾ വലിയ കാര്യമില്ല. മനസ്സിലായില്ലേ? ഇനി 28ാമത്തെ ശ്ലോകം. ജീവാ ശ്രേഷ്ഠ ഹി ജീവാനാം തത പ്രാണഭൃതശുഭേ തത സച്ചിത്ത പ്രവരാസ്തതശ്ച ഇന്ദ്രിയവൃത്തയാം. അജീവനാം തന്നെയാണ് പറഞ്ഞത്. ജീവാ ശ്രേഷ്ഠ അജീവനാം. അപ്പോൾ അജീവനാം അചേതനങ്ങളിൽ വെച്ച് സചേതനങ്ങൾ, ശ്രേഷ്ഠങ്ങൾ, അവരിൽ വെച്ച് ശ്വാസോച്ഛ്വാസങ്ങളുള്ളവ, അവരിൽ വെച്ച് ജ്ഞാനമുള്ളവ, അവരിൽ വെച്ച് ഇന്ദ്രിയവൃത്തികളുള്ളവ ശ്രേഷ്ഠങ്ങളാണെന്ന് പറഞ്ഞു. അത് കമ്പാരിസനാണ്.
ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും. സന്മാനാദികൾ ജീവന്മാരിൽ താരതമ്യമനുസരിച്ച് ചെയ്യണമെന്ന്. സന്മനാദികൾ ജീവന്മാരിൽ താരതമ്യമനുസരിച്ച് ചെയ്യണമെന്ന് ഇത് മുതൽ 6 പദ്യങ്ങൾ കൊണ്ട് ഉപദേശിക്കുന്നു. ഹേ പരിശുദ്ധേ, ആരേനെയാ പറഞ്ഞത്? ദേവഹൂതിയനെ. കർമ്മഭേദത്താൽ അനേകവിധ ജന്മങ്ങൾ ജീവന്മാർക്ക് സിദ്ധിക്കുന്നു. കർമ്മഭേദം കൊണ്ട്. കർമ്മഭേദം ഇല്ലെങ്കിലോ രക്ഷപ്പെട്ടു. അചേതനങ്ങളായിരിക്കുന്ന മൃത് പാഷണാദികളെക്കാൾ, മൃത്ത് അതായത് മണ്ണ് മുതലായവയേക്കാൾ ചേതനങ്ങളായിരിക്കുന്ന വൃക്ഷാദികൾ ശ്രേഷ്ഠങ്ങൾ. കല്ല്, മണ്ണ്, അതിനേക്കാൾ ചേതനയുണ്ട് ആർക്ക്? വൃക്ഷാദികൾക്ക്. പിന്നെയോ ശ്വാസോച്ഛ്വാസങ്ങളുള്ളവ ജംഗമങ്ങൾ വൃക്ഷാദികളേക്കാൾ ശ്രേഷ്ഠങ്ങൾ. അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ ജ്ഞാനമുള്ള ജീവികൾ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് രൂപരസാദി വിഷയങ്ങളെ അറിയുന്ന ജീവികൾ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ. ഇനി 29, ശ്ലോകം നമ്പർ 29. തത്രാപി സ്പർശവേദിഭ്യാ പ്രവരാരസവേദിന തേഭ്യോ ഗന്ധവിദ ശ്രേഷ്ഠസ്തത ശബ്ദവിദോ വരാം. അതിലും സ്പർശം അറിയുന്നവയേക്കാൾ രസം അറിയുന്നവ ശ്രേഷ്ഠങ്ങൾ. അവയേക്കാൾ ഗന്ധം അറിയുന്നവ ശ്രേഷ്ഠങ്ങൾ. അവയേക്കാൾ ശബ്ദം അറിയുന്ന ശ്രേഷ്ഠങ്ങൾ. അപ്പോൾ മനുഷ്യനാണ് ഇതൊക്കെ തികഞ്ഞിട്ടുള്ള ആൾ. അതിൽ വെച്ച് സ്പർശത്തെ അറിയുന്ന ശ്രേഷ്ഠങ്ങൾ, രസത്തെ അറിയുന്നവ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ, ഗന്ധത്തെ അറിയുന്നവ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ, ശബ്ദത്തെ അറിയുന്നവ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ. 30 ശ്ലോകം. 30ാമത്തെ ശ്ലോകം. രൂപഭേദവിധസ്തത്രാ തതശ്ച ഉഭയതോ ദദാ തേഷാം ബഹുപദാ ശ്രേഷ്ഠശ്ച ഉഷ്പാദസ്തോദ്വിപാദ്. അതായത് അതിനേക്കാൾ, ഏതിനേക്കാൾ? ശബ്ദം അറിയുന്നവയേക്കാൾ രൂപഭേദത്തെ അറിയുന്നവ അവയേക്കാൾ ഉഭയതോദത. അതെ, അതായത് ഉഭയതോദത. ആദ്യ വരിയിൽ രൂപഭേദ വിധിസ്തത്ര തതശ്ചേത് ഉഭയോദത കേട്ടോ. അപ്പോൾ രൂപഭേദവിധ എന്നും പറഞ്ഞു. അവയേക്കാൾ 2 വരി പല്ലുള്ളവ, അവരിൽ വെച്ച് അനേകം കാലുകളുള്ളവ ശ്രേഷ്ഠങ്ങൾ. അവയേക്കാൾ 4 കാലുകളുള്ളവ, അവയേക്കാൾ 2 കാലുള്ളവ. അപ്പോൾ അനേകം എന്ന് പറഞ്ഞാൽ 4 കാലിലും മീതെ, 8 കാലി മുതൽക്കുള്ളവർക്കൊക്കെ അതിനേക്കാൾ മീലെയാണ് ആട്, മാട്, ആന, കുതിര. 4 കാലുണ്ട്. അതിനേക്കാൾ മീതെയാണ് 2 കാലുള്ള മനുഷ്യൻ. അപ്പോൾ രൂപഭേദങ്ങളെ അറിയുന്ന കാക്ക മുതലായ പ്രാണികൾ ശബ്ദത്തെ അറിയുന്ന പ്രാണികളെക്കാൾ ശ്രേഷ്ഠങ്ങൾ. 2 വരിയിലും പല്ലുള്ള ജീവികൾ കാകാദികളേക്കാൾ ശ്രേഷ്ഠങ്ങൾ. കാലുകളുള്ള ജീവികൾ അവ ഇല്ലാത്തവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ. അനേക കാലുള്ള പ്രാണികളേക്കാൾ 4 കാലുള്ള പ്രാണികൾ ശ്രേഷ്ഠങ്ങൾ. 2 കാലുള്ള മനുഷ്യർ അവയേക്കാൾ ശ്രേഷ്ഠന്മാർ. ഇത് സൂര്യൻ്റെ താഴെ എല്ലാവർക്കും ബാധക. നമ്മളിപ്പോൾ ഒരു പ്രത്യേക മതം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ മതത്തിലുള്ളവർക്കും ഒരുപോലെയല്ലേ? ആലോചിച്ച് നോക്കൂ. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരുപോലെയല്ലേ? പിന്നെ എന്തേ ഭേദഭാവന? 31ാമത്തെ ശ്ലോകം. തതോ വർണ്ണാശ്ച ചത്വാരസ്തേഷാം ബ്രാഹ്മണ ഉത്തമ ബ്രാഹ്മണേഷ വിവേദജ്ഞോ ഹ്യർത്ഥജ്ഞോ അഭ്യൈതകസ്തദാ. അപ്പോൾ ഇനി മനുഷ്യന്മാരിൽ പല വിഭാഗമുണ്ട്. ജ്ഞാനമുള്ളവരാണ് സാധാരണ മനുഷ്യരെക്കാൾ വലുത്. അതിനേക്കാൾ വലിയവരാണ് ഏത്? വേദജ്ഞന്മാർ.
എന്നൊക്കെയാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞു തഥാ എന്ന് പറഞ്ഞാൽ അവരിൽ വെച്ച് 4 വർണ്ണങ്ങൾ, അവരിൽ വെച്ച് ബ്രാഹ്മണൻ ശ്രേഷ്ഠൻ. അപ്പോൾ ബ്രാഹ്മണരിലും വേദം അറിയുന്നവർ, അവരിൽ വെച്ച് അർത്ഥം അറിയുന്നവർ ഉയർന്നവർ, ഭാഗവതം നാരായണീയം വായിക്കുന്നവർ ശ്രേഷ്ഠരാണ്. അപ്പോൾ അതിലെ വേദാർത്ഥങ്ങൾ അറിയണവർ ശ്രേഷ്ഠന്മാർ, അർത്ഥം അറിയുന്നവർ. അർത്ഥം അറിയാണ്ട് രാമായണം ഭാഗവതം നാരായണീയം വായിച്ചിട്ട് കാര്യമില്ല. അർത്ഥം അറിയണവരാണ് മേലെ. അതാണ് ഇതിൻ്റെ ഇക്കുമത്ത്. മനസ്സിലായോ? അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. മനുഷ്യരിൽ വെച്ച് ബ്രാഹ്മണാദികളായ 4 വർണ്ണങ്ങളെ അനുസരിച്ചിരിക്കുന്നവർ ശ്രേഷ്ഠന്മാർ. അവരിൽ വെച്ച് ബ്രാഹ്മണർ ശ്രേഷ്ഠൻ. അവരിൽ വെച്ച് വേദം അറിഞ്ഞവർ ശ്രേഷ്ഠർ. അവരിൽ വെച്ച് അർത്ഥം അറിയുന്നവർ ശ്രേഷ്ഠർ. ഇനി 32ാമത്തെ ശ്ലോകം. അർത്ഥജ്ഞാ സംശയശ്ചേതാ തത ശ്രേയാൻ സ്വകർമ്മകൃത് മുക്തസംഗസ്തോ ഭൂയാൻ അധോഗ്ധ ധർമ്മമാത്മനാം. അർത്ഥം അറിയുന്നവനേക്കാൾ സംശയം തീർക്കാൻ കഴിയുന്നവൻ ശ്രേഷ്ഠൻ. അർത്ഥം അറിയുന്നതിനേക്കാൾ സംശയം ഇല്ലാത്തവർ. അവനേക്കാൾ ശ്രേഷ്ഠനാരാ? സ്വധർമ്മം നടത്തുന്നവൻ. എന്താ സ്വധർമ്മം? ഈശ്വരോപാസന നടത്തുന്നവൻ. അവനേക്കാൾ ശ്രേഷ്ഠൻ സംഘത്തിൽ നിന്ന് വിട്ടവൻ, അതായത് ഒറ്റയ്ക്ക് ജീവിക്കണവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംഘമില്ലാണ്ടിരിക്കണവൻ. അതിനേക്കാൾ ശ്രേഷ്ഠൻ തൻ്റെ ധർമ്മത്തെ ആഗ്രഹിക്കാതെ നടത്തുന്നവനാണ്. അവിടെ സ്പെല്ലിംഗ് മില്ല. ഫലം ആഗ്രഹിക്കാതെ നടത്തുന്നവനാണ് വേണ്ടത്. അപ്പം നിഷ്കാമകർമ്മം ചെയ്യുന്ന ആളാണ് ഏറ്റവും മേലെ എന്ന് പറഞ്ഞു. അത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ മോശമാണ്. വിചാരം ചെയ്ത്, ഇനി അതിൻ്റെ ഭാവാർത്ഥം, വിചാരം ചെയ്ത് അന്യോന്യ വിരോധങ്ങളെ തീർത്ത്, അതാണ് സംശയം തീർക്കുക എന്ന് പറഞ്ഞത്. സംശയത്തെ തീർത്ത് കൊടുക്കുന്നവൻ അർത്ഥം അറിയുന്നവനേക്കാൾ ശ്രേഷ്ഠൻ. സ്വധർമ്മത്തെ തെറ്റാതെ അനുഷ്ഠിക്കുന്നവൻ അവനേക്കാൾ ശ്രേഷ്ഠൻ. ഒന്നിലും ആഗ്രഹം വയ്ക്കാതെ ധർമ്മം നടത്തുന്നവൻ അവനേക്കാൾ ശ്രേഷ്ഠൻ. എന്തുകൊണ്ടെന്നാൽ അവൻ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്നവനാകുന്നു. പ്രൊഫഷയോ ദക്ഷിണ ആഗ്രഹിക്കാണ്ട് 3200 പ്രഭാഷണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശ്രേഷ്ഠതയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതെനിക്ക് മുമ്പ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വിപ്ലവാത്മകമായ കാര്യം ചെയ്യാൻ പുറപ്പെട്ടത് കേട്ടോ. ഇനി അതും വേണമല്ലോ പറയാം. ഇനി 33. തസ്മാൻ മയ്യർപ്പിതാശേഷക്രിയാർത്ഥാത്മാ നിരന്തര മയ്യർപ്പിതാത്മന പുംസോ മയി സന്യസ്തകർമ്മണ ന പശ്യാമി പരം ഭൂതം അകർത്തു സമദർശനാത്. സമദർശി. എന്നിൽ സമർപ്പിക്കപ്പെട്ട സകല വ്യാപാരങ്ങളോടും ദേഹാദിസംഗത്വത്തോടും കൂടിയവനും അന്തരം വിഘ്നമില്ലാത്തവനും, അതായത് വിഘ്നം ഇല്ലാത്തവനും, എന്നിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയും എന്നിൽ നന്നായി സമർപ്പിക്കപ്പെട്ട കർമ്മത്തോടുകൂടിയും കർത്താവെന്നുള്ള അഭിമാനമില്ലാത്തവൻ. ഭോക്തൃത്വം. ഞാനാണ് കർമ്മം ചെയ്തിട്ടുള്ളത്, എനിക്കതിൻ്റെ ഫലവും വേണ്ട, അതിൻ്റെ അഡ്രസ്സും വേണ്ട. സമത്തെ സർവത്ര തുല്യമായി വ്യാപിച്ചിരിക്കുന്ന സത്യവസ്തുവിനെ കാണുന്നവനുമായ പുരുഷനേക്കാൾ ഉത്കൃഷ്ടനായ പ്രാണിയെ ഞാൻ കാണുന്നില്ല, ഭഗവാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, എന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സകല കർമ്മങ്ങളോടും ദേഹാദി സംഘാതത്തോടും കൂടിയിരിക്കുന്നവൻ നിഷ്കാമകർമാനുഷ്ഠാനം ചെയ്യുന്നവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു.
എന്തുകൊണ്ടെന്നാൽ അവൻ എന്നോടുകൂടെ യോജിക്കുന്നതിന് യോഗ്യന. അതാണ് അതായത് ദേഹാദി സംഘാതത്തോടും കൂടിയിരിക്കുന്നവൻ സകല കർമ്മങ്ങളോടും നിഷ്കാമകർമാനുഷ്ഠാനം ചെയ്യുന്നവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ എന്നോട് കൂടെ യോജിക്കുന്നതിന് യോഗ്യനാകുന്നു. അവൻ്റെ ആത്മാവിനെയും കർമ്മങ്ങളെയും സർവാത്മഭാവനയാ എന്നിൽ സമർപ്പിച്ചിരിക്കുന്നതിനാൽ അവൻ സമദർശനനാകുന്നു. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസം തോന്നാൻ പാടില്ല. അവനേക്കാൾ ഉത്കൃഷ്ടൻ പ്രാണിവർഗത്തിൽ ഒരുവനില്ല. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അവരവരുടെ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.